പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് ചൊവ്വാഴ്ച നമുക്ക് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ആ 2 നിയോഗങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് അസാധ്യമായെന്ന് തോന്നുന്നത് നമുക്കിതിൽ ഈ പ്രാർത്ഥനയിൽ 41 ദിവസത്തെ നിയോഗമായിട്ട് ഏറ്റെടുത്ത് നമുക്കിതിൽ പങ്കുകൊള്ളാം, കേൾക്കാം, ഒറ്റയ്ക്കിരുന്ന് ധ്യാനിച്ചും പ്രാർത്ഥിക്കാം. നിങ്ങൾ പിന്നെ ബൈബിളും ജപമാലയും കുർബാനയിലൂടെ മുന്നോട്ട് പോകട്ടെ. ഇതിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾ വിളിച്ചു പറയുന്നു. വോയിസ് അല്ലെങ്കിൽ വീഡിയോ ഇടാൻ പറയുമ്പോൾ വോയിസ് എങ്കിലൊക്കെ ഇടുന്നുണ്ട്. വന്നെങ്കിൽ സാക്ഷ്യം പറയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അത്ര നല്ല കാര്യം മക്കളെ. അപ്പോൾ സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയുടെ ശക്തിയാണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവർ. ആരാ പ്രാർത്ഥിക്കാത്തവർ? ചിലർക്ക് വിശ്വാസമില്ലാത്തവർ, പ്രാർത്ഥനയിൽ വലിയ വിശ്വാസമില്ലാത്തവർ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബത്തിലെ ബന്ധനങ്ങൾ, മാതാപിതാക്കൾ മന്ത്രവാദത്തിനും മയക്കുമരുന്നിനും പലതരത്തിലൊക്കെ പോയി നടക്കുന്നവർക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അവർ ഇപ്പോഴും അങ്ങനെ പേരിന് വല്ല എന്തെങ്കിലും കാര്യത്തിന് അങ്ങ് പോകുന്നുള്ളതല്ലാതെ യഥാർത്ഥമായിട്ടുള്ളൊരു മാനസാന്തരം അവർക്കൊന്നും കിട്ടിയിട്ടില്ല. തലമുറകൾ തോറും ഉണ്ടോ, എത്രയോ തലമുറകൾ നശിക്കുന്ന ഒരുവൻ മൂലം. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതേസമയത്ത് റോമ 5:12 ഒരുവൻ മൂലം ഉണ്ടോ, ഒരുവൻ മൂലം, അതായത് ഒരുവൻ്റെ പാപം മൂലം മരിച്ചെങ്കിൽ, യേശു മരിച്ചെങ്കിൽ അത് വരാനിരിക്കുന്നവർക്ക്, ആദത്തിൻ്റെ പാപം മുതൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ പാപങ്ങൾ പോക്കുവാൻ ഈശോയ്ക്ക് സാധിച്ചു. മരത്തിലൂടെ വന്ന പാപം, പിശാച് പാമ്പ് മരത്തിലൂടെ വന്നു, എന്നാൽ ക്രൂശിത രൂപമായ മരത്തെ തന്നെ അത് തീർക്കുകയാണ് യേശു. ഒരുവൻ മൂലം പാവവും, പാവം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാവം ചെയ്തതിനാൽ എല്ലാവരിലും മരണവും വന്നു ചേർന്നു. ഇന്ന് ചില കുടുംബങ്ങൾക്ക് ഇങ്ങനെയാണ്. അതിന് വിഷമിക്കേണ്ട. ഒരു മാനസാന്തരം ഇല്ലാത്ത അവസ്ഥയാണോ? ഒന്നും കരകയറ്റമില്ലാത്ത അവസ്ഥയാണോ? പേടിക്കേണ്ട മക്കളെ. അനുഗ്രഹമാക്കി മാറ്റുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥന. പലരുടെയും പ്രാർത്ഥന എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ ചെല്ലുന്നില്ല എന്നതിൻ്റെ കാരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:37-38 ഈ തിരുവചനം, 37-38 വചനം: നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തി. അപ്പോൾ ഈ പാവമില്ലാത്ത ശരീരം, വെറുപ്പുദ്ദേശമില്ലാത്ത ആത്മാവ്, ആഴമേറിയ വിശ്വാസം, പല വിചാരം കൂടാതുള്ള പ്രാർത്ഥന. അപ്പോൾ അനുതാപം നിറഞ്ഞ ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. അനുതാപം നിറഞ്ഞ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. അനുതാപത്തിൻ്റെ കണ്ണുനീരോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ നല്ലൊരു കുമ്പസാരം നമുക്ക് ആവശ്യമാണ്. ഹൃദയം അനുദപിച്ചുകൊണ്ട് നല്ലൊരു പശ്ചാത്താപത്തിൻ്റെ മനസ്സോടെ നമ്മൾ ഈശോയെ ഒന്ന് വിളിക്കുമ്പോൾ, പാപങ്ങളോർത്തുള്ള പശ്ചാത്താപത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കുമ്പസാരിക്കണം. എന്നാലും പാവങ്ങളോർത്ത് പശ്ചാത്താപത്തോടെ ചേർന്ന് ഈശോയെ എന്ന് വിളിക്കുമ്പോൾ, മോനെ മോളെ, ഈശോ സർവശക്തന ദൈവം നമുക്ക് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, യേശുവേ ആരാധന. വീണ്ടും ഈശോ പഠിപ്പിച്ചിരിക്കുന്ന ഒരു വിശിഷ്ടമായ ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്ന്. എന്ത് നല്ല പ്രാർത്ഥനയാണ്! നീ ഒന്ന് മുട്ടയിൽ നിന്നിട്ട് ഒരു 10 പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന വരങ്ങളിൽ ഏറ്റവും വലിയ വരം എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ. പ്രയറാണ്, പ്രാർത്ഥനാപരമാണ്. അതുകൊണ്ടല്ലേ എന്ത് പറഞ്ഞാലും നടക്കുന്നത്. എന്ത് പറഞ്ഞ് നടക്കണമെങ്കിൽ തന്നെ കുറേ കണ്ടീഷൻ ഉണ്ട് കേട്ടോ. പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരുടെ മനസാക്ഷി എങ്ങനെയാണ്? അവനെന്തൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം നമ്മളൊരു ഗ്ലാസ് വെള്ളം ഒരു വ്യക്തിക്ക് കൊടുക്കണമെങ്കിൽ ആ ഗ്ലാസ് നന്നായിട്ട് കഴുകാതെ നമ്മൾ ആരും വെള്ളം എടുത്ത് കൊടുക്കാറില്ല. കഴുകി വെച്ച ഗ്ലാസ് ആണെങ്കിൽ പോലും അത് കഴുകിയിട്ട്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നീ ആ കഴുകി വെച്ച ഗ്ലാസ്സാണ് നിന്റെ ഹൃദയം. എന്നിട്ടല്ലേ നമ്മളിതൊക്കെ അന്വേഷിക്കാവൂ. പാവങ്ങൾ നമുക്ക് പശ്ചാത്തപിക്കാം, അനുദപിക്കാം, മാപ്പി വയ്ക്കാം. ഈശോയേ എന്ന് നമുക്കിന്ന് വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. മക്കളെ, നീ പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യം ദൈവം നമുക്ക് നടത്തിത്തരും. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാനൊക്കെ ചിന്തിക്കാൻ പോലും പേടിയാണിപ്പോൾ. പേടിയല്ല, ചിന്തിച്ചപ്പോൾ തന്നെ ദൈവം തരും. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കൊന്നുമില്ല. അതവിടെ ഒന്ന് പുറത്ത് കൃതിയൊക്കെയാണ്.
പുറത്തു നിർത്തിയൊക്കെയാണ്. ഹല്ലേലൂയ. മോനെ മോളേ, നീ ഒരു അക്ഷരാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടവനാണോ? നീ അക്ഷരാർത്ഥത്തിൽ ഒരു വിശ്വാസിയാണോ? ദൈവം നിന്നെ തെരഞ്ഞെടുത്തവളാണോ, തെരഞ്ഞെടുത്തവനാണോ? എന്നാൽ ആറ്റിൻകരയിൽ പുഴയരിയിൽ വളരുന്ന ഒരു വൃക്ഷത്തെ പോലെ ആയിരിക്കും നീ. സമ്പത്തിന് മാത്രം പോരാ, ഭൗതിക ആവശ്യത്തിന് മാത്രം പോരാ. യേശു ക്രിസ്തുവിൽ വെള്ളത്തിൽ പാൽ അലിഞ്ഞു ചേരുന്നത് പോലെ യേശു ക്രിസ്തുവിൽ ഞാനും നിങ്ങളും അലിഞ്ഞു ചേർന്ന്. ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കേണ്ട, മറ്റൊന്നും യേശുവിന് മാത്രം ആഗ്രഹിക്കുക. തക്ക സമയത്ത് ദൈവം തരുമോ, തക്ക സമയത്ത് ദൈവം തരുമോ. മത്തായി 6:31 ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യനീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോ, നിലവിളിക്കുന്നു. രോഗാവസ്ഥയിൽ കിടക്കുന്ന മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമേ. കടബാധ്യതയിൽ കിടക്കുന്ന മക്കളെ തൊട്ട് അനുഗ്രഹിക്കണമേ, സമ്പത്ത് കൊടുക്കണമേ. ഭവനമില്ലാതിരിക്കുന്ന മക്കൾക്ക്, ജോലിയില്ലാതിരുന്ന മക്കൾക്ക് ഏത് നിയോഗമാണോ ഇതിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതെല്ലാം സാധിച്ചു കൊടുക്കണമേ. മാനസാന്തരമില്ലാത്ത മക്കൾക്ക് മാനസാന്തരം കൊടുക്കണമേ കർത്താവേ. ആത്മീയതയിൽ വന്ന മക്കൾക്ക് നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണേ കർത്താവേ. വരാൻ പോണ താമസമുള്ള ധ്യാനം അനുഗ്രഹമാക്കി മാറ്റണമേ കർത്താവേ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഈ 25-ാം തീയതിയിലത്തെ മൺഡേ ധ്യാനം ഒരു അനുഗ്രഹമാക്കി മാറ്റി. അത് നല്ല ധ്യാനമായിരുന്നു. അതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. യേശുവേ നന്ദി, നന്ദി. സ്തുതിക്ക മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്നിട്ട് ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ തിരുത്തിമലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാൻ്റെ വിഷയമേ. എൻ്റെ ഈശോയെ, നിയോഗ പ്രാർത്ഥന സമർപ്പിച്ചിരിക്കുന്നത് ഇവർക്ക് അസാധ്യമായ കാര്യം യേശുവേ, അത് എത്രയും പെട്ടെന്ന് മക്കൾക്ക് സാധിച്ചു കൊടുക്കണേ കർത്താവേ. അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കണം. പ്രൈസ്